ഇന്നൊരു പഴം വരട്ടിയത് ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് നെയ്യൊഴിച്ച് ചൂടാക്കി കുറച്ച് അവിലൊന്ന് വറുത്ത് മാറ്റി വെക്കാം. സാധാരണ പഴം വരട്ടിയതിനേക്കാളും കുറച്ച് അവിലും കൂടെ ചേർത്ത് പഴം വരട്ടിയത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഇതേ പാനിലേക്ക് കുറച്ചും കൂടെ നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാം. മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോൾ നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞതും കൂടെ കുറച്ച് തേങ്ങയും ശർക്കരയും ചേർക്കാം. ഇതിൻ്റെ കൂടെ ഞാനിന്ന് മസാല ചായയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മസാലക്കൂട്ട് ചതച്ച് വെള്ളത്തിലേക്ക് ഇട്ടു. അതവിടെ തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്കിവിടെ പഴം വരട്ടാം. നല്ലോണം വാടിക്കഴിഞ്ഞാൽ കുറച്ച് ഏലക്കാപ്പൊടിയും വിതറി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവലും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പഴം വരട്ടിയതായിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ജീരകപ്പൊടിയും കൂടെ ആവാം കേട്ടോ. പഴം വരട്ടിയത് റെഡി ആയപ്പോഴേക്കും മസാല കൂട്ടിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും തിളപ്പിച്ച പാലും കൂടെ ചേർത്തു. പഞ്ചസാരയിട്ട് ചായ കുടിക്കുമ്പോഴല്ലേ ചായ കുടിച്ചതിൻ്റെ ഒരു സുഖം കിട്ടുക. എത്ര മധുരമുള്ള ചായക്കടിയാണെങ്കിലും ചായക്ക് എനിക്ക് മധുരം ഇടുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ്? അങ്ങനെയാണോ? മധുരമുള്ള ചായ കുടിക്കുന്നതാണോ ഇഷ്ടം? അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ മസാല ചായയും പഴം വരട്ടിയതോടെ റെഡി ആയിട്ടുണ്ട്.